എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നിവിടെ പറയാനുള്ളത്, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, തിരുനെല്ലിയിലും തിരുനാവായയിലും ഒക്കെ പോയിട്ട് ക്ഷേത്രപിണ്ഡം വെച്ച് കഴിഞ്ഞാൽ, ബലിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ വർഷാവർഷം ശ്രാദ്ധം ഊട്ടണമോ അല്ലേ ബലി കാര്യങ്ങൾ ചെയ്യണമോ എന്നുള്ളത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം തിരുനെല്ലിയിലോ തിരുനാവായയിലോ അല്ലെങ്കിൽ കാശിയിലോ ഇതുപോലത്തെ പുണ്യസ്ഥലത്തൊക്കെ പോയി ബലിയിട്ട് വന്നാലും നമ്മൾ വർഷാവർഷം നമ്മളുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രാദ്ധം ബലി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. കാരണം ഇത് ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് ബാക്കി അമ്പലങ്ങളിലോ മറ്റ് ദേവസങ്കേതങ്ങളിലോ പോയി പൂജാകാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം അല്ലെ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായിട്ട് തീരുകയുള്ളൂ. പിതൃക്കളുടെ അനുഗ്രഹമാണ് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത്. കുടുംബത്തിലേക്ക് പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ മാത്രമേ ദേവീദേവന്മാർ അനുഗ്രഹകലയായിട്ട് വർത്തിക്കുകയുള്ളൂ. അപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തിരുനെല്ലിയിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ പുണ്യസങ്കേതങ്ങളിൽ ബലിയിട്ട് കഴിഞ്ഞാലും വർഷാവർഷം വരുന്ന ബലി അല്ലെ ശ്രാദ്ധം കൃത്യമായിട്ട് തന്നെ നമ്മൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് പിതൃക്കളുടെ അനുഗ്രഹം വരികയും അത് കുടുംബത്തിലേക്ക് സർവ്വ ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും. ഈ പിതൃക്കളുടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ നിഷ്കർഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളുടെ തലമുറയെ ഓർമ്മപ്പെടുത്തലാണ് ഇതുപോലുള്ള ബലി കാര്യങ്ങൾ അല്ലെ ശ്രാദ്ധങ്ങൾ. അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. പിതൃക്കളുടെ കാര്യങ്ങൾക്ക് ഒരു മറവി വന്നു കഴിഞ്ഞാൽ അല്ലെ അവരെ അനുസ്മരിക്കാതെ ബാക്കി എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിന് ഗുണമുണ്ടാവില്ല എന്നാണ് പഴമക്കാർ പറയാറ്. അപ്പം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.